പി എസ് സിയുടെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. എന്താ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതായത് ഏറ്റവും ഗ്ലാമറസ് ആയ ഡിഗ്രി ലെവലിലെ 2 പരീക്ഷകൾ. ഈ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ തന്നെ ഉണ്ടാവും എന്ന് പി എസ് സി പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ പ്രിലിംസ് ഏറ്റവും വേഗത്തിൽ തന്നെ നടത്തും, മെയിൻസ് പരീക്ഷയും നടത്തും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് 3 പ്രധാനപ്പെട്ട വസ്തുതകൾ ഒന്ന് പറഞ്ഞു തരണം എന്നുണ്ട്. പിന്നെ വർഷങ്ങളായി പി എസ് സിക്ക് വേണ്ടി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ് അല്ലേ. കാര്യം ഇനി എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ജയിലർ പോലെയുള്ള പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. കാര്യം എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഏകദേശം അവസാനിക്കാറായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ എന്തായാലും വന്നേ പറ്റുള്ളൂ. റിട്ടയർമെന്റുകൾ വരുന്നു, എലക്ഷൻസ് വരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും നല്ല രീതിയിൽ പി എസ് സിയിൽ ഡിഗ്രി ലെവലിലാണെങ്കിൽ പോലും ഒരു മാസ് റിക്രൂട്ട്മെന്റിന്റെ സാധ്യത വളരെയധികമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നൊരു കാര്യം അതാണ്. നിങ്ങളിവിടെ തിരിച്ചറിയേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ഈ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയും ഒരുമിച്ചായിരുന്നു നടന്നത് അല്ലെ, കഴിഞ്ഞതിന്റെ മുമ്പത്തെ തവണ. അപ്പോ അവിടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റിലൊക്കെ ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിലർ, സബ് ഇൻസ്പെക്ടർ, ഈ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ കുറെ സ്റ്റുഡൻസ് ഒരേപോലെ ഉണ്ടായിരുന്നു. ഒരാൾ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അയാൾ ജയിലറിലും കാണും, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലും കാണും, മറ്റ് റാങ്ക് ലിസ്റ്റുകളിലും കാണും. അതിന്റെ കാരണം അതൊരു കോയിൻസിഡൻസ് ആണോ? ജസ്റ്റ് ഒരു കോയിൻസിഡൻസിന്റെ പുറത്താണോ ഒരേ വ്യക്തികൾ തന്നെ എല്ലാ ഡിഗ്രി ലെവൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്? ഒരിക്കലും അല്ല. അവരുടെ സ്റ്റഡി പ്ലാൻ കറക്റ്റ് ആയതുകൊണ്ടാണ്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞാൽ ഒരു വെടിക്ക് 3, 4, 5, 6 പക്ഷികളെ അവർക്ക് എന്താ പറയാ കിട്ടിയതുകൊണ്ടാണ്. സോ കൃത്യമായി സ്റ്റഡി പ്ലാനിൽ പഠിക്കാം. ഈ പരീക്ഷയുടെ അവസ്ഥ അത് തന്നെയായിരിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിലും SI പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിലും ഒരേ വ്യക്തികൾ തന്നെ ധാരാളമായി വരാനുള്ള സാധ്യത എക്സ്ട്രീംലി ഹൈ ആണ്. അതുകൊണ്ട് തന്നെ അവസരങ്ങൾ ഇവിടെ കൂടുന്നുണ്ട്. നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ ഒരു പരീക്ഷയിൽ റാങ്ക് ഇത്തിരി കുറഞ്ഞാലും അടുത്ത പരീക്ഷയിൽ നല്ല റാങ്ക് വാങ്ങിക്കാൻ പറ്റും. ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ എൻ്റെ റാങ്ക് കുറച്ച് താഴെയായിരുന്നു, പക്ഷേ എക്സൈസ് ഇൻസ്പെക്ടർ, ജയിലർ പരീക്ഷകൾ ഉയർന്ന റാങ്ക് ലഭിച്ചു. ഇതെല്ലാം ഒരേ സമയം നടന്ന പരീക്ഷകളാണ്. ഞാനും ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സിംഗിൾ ഫോക്കസിൽ ഡിഗ്രി ലെവൽ എക്സാംസിന് പഠിക്കണമെന്നുള്ള സിംഗിൾ ഫോക്കസിൽ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ പേരും ഇതുപോലെ ഒന്നിൽ കൂടുതൽ റാങ്ക് ലിസ്റ്റിൽ വരും. അതൊരു ബാലൻസിങ് ആക്ട് ആണ്. ഒരിടത്ത് പണി കിട്ടിയാൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് സേഫ് ആവാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഇതുപോലൊരു അവസരം ഇനി എന്നാണ് വരാൻ പോവുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സത്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പരീക്ഷകളിലാണെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ധാരാളമായി കണ്ടുവന്നത് UPSC ബാക്ക്ഗ്രൗണ്ടുള്ള വിദ്യാർത്ഥികളാണ്. UPSC ബാക്ക്ഗ്രൗണ്ടുള്ള വിദ്യാർത്ഥികൾ. PSC വിദ്യാർത്ഥികൾ ഇല്ല എന്നല്ല പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ് എനിക്ക് വളരെ പേഴ്സണലി അറിയാം. ടോപ്പ് റാങ്ക് അടിച്ചിട്ടുള്ള ധാരാളം ആളുകൾ, അല്ലെങ്കിൽ ആ 100 റാങ്കിനുള്ള വന്നിട്ടുള്ള ധാരാളം ആളുകൾ, ഏറ്റവും അധികം ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം UPSCയുടെ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. സിവിൽ സർവീസസിന് വേണ്ടി കുറച്ച് കാലമെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. SI റാങ്ക് ലിസ്റ്റിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് റാങ്ക് ലിസ്റ്റിന്റെ കാര്യം സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ UPSC നിലവാരത്തിൽ തന്നെ പഠിക്കാം. അത്തരം ഒരു പരിശീലനം തന്നെ നേടുക. കാരണം ഇവരൊക്കെ സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരായതുകൊണ്ട് സിവിൽ സർവീസ് അധ്യാപകർ ഇല്ലെങ്കിൽ പോലും അവർക്കറിയാം എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അതല്ല, നിങ്ങൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു കാര്യം ഉറപ്പുവരുത്തുക. UPSC ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു നേതൃത്വ നിര അവിടെ ഉണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പുവരുത്തുക. കാര്യം ഞാൻ എപ്പോഴും എൻ്റെ ബാച്ചസിന് പറഞ്ഞൊരു കാര്യമാണ്, സിവിൽ സർവീസ് പരീക്ഷ ആയിരിക്കണം നിങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. PSC പരീക്ഷ ക്രാക്ക് ചെയ്യുന്നു, ഒരു ജോലി നേടിയെടുക്കുന്നു, അപ്പൊ നിങ്ങൾ സേഫ് ആണ്. പിന്നെ സിവിൽ സർവീസിന് വേണ്ടി പരിശീലിക്കണം. നമ്മുടെ ബാച്ചിലെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഫോളോ ചെയ്യുന്ന സെയിം സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഉയർന്ന ഒരു സംഭവത്തിന് വേണ്ടി നമ്മൾ ലക്ഷ്യം വെക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം സിവിൽ സർവീസസ് തന്നെ ആയിരിക്കണം. മൂന്നാമത്തെ ഒരു സത്യം എന്ന് പറയുന്നത്, റാങ്ക് ലിസ്റ്റിലേക്ക് വന്ന ഉദ്യോഗാർത്ഥികളെ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി കൺസിസ്റ്റൻസിയാണ്, ഡിസിപ്ലിൻ ആണ്. കാര്യം പലരും എനിക്ക് പേഴ്സണലി അറിയാം, അവര് ഒരു ശരാശരി അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്, ഭയങ്കര ബുദ്ധിജീവികളൊന്നുമല്ല, പക്ഷേ കുത്തിയിരുന്ന് പഠിക്കുന്ന കൂട്ടത്തിലാണ്. ആത്മാർത്ഥമായി വേണമെന്ന് വെച്ച്, അല്ലെങ്കിൽ വീട്ടുകാരെ എങ്ങനെയും രക്ഷപ്പെടുത്തണം, എനിക്ക് നല്ല ജോലി വേണം എന്നുള്ള ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരുന്നു. ജീവിതം കെട്ടിപ്പടുക്കാൻ നല്ലൊരു ജോലി വേണം എന്ന വാശിയുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഒരു വാശി വെച്ച് പഠിക്കുക, കൺസിസ്റ്റൻസി വെച്ച് പഠിക്കുക. നിങ്ങൾക്കിപ്പോൾ ഡിഗ്രി ലെവൽ ജസ്റ്റ് പാസ് ആണെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര മാർക്ക് നേടി പാസ്സായ ഒരു വ്യക്തിയാണെങ്കിലും
വളരെ മോശപ്പെട്ട ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയാണെങ്കിലും ഭയങ്കര ബുദ്ധിജീവിയാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, ഡിസിപ്ലിൻഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കട്ടയ്ക്ക് കുത്തിയിരുന്ന് പഠിച്ചോണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. കോമ്പറ്റീഷൻ ഹൈ ആണ്, പക്ഷെ പുതിയ പാറ്റേണിൽ പഠിക്കുന്ന ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ റിയൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. അപ്പൊ നിങ്ങൾ റിയൽ കോമ്പറ്റീഷന്റെ ഭാഗമാവുക. നോട്ടിഫിക്കേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കില്ല. സിലബസിൽ എന്ത് മാറ്റമോ വന്നോണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഇതൊക്കെ അവിടെ തന്നെ കാണും. അത് വെച്ച് പഠിച്ചു തുടങ്ങാം. ഇംഗ്ലീഷ്, മാത്സും മലയാളം അവിടെ തന്നെ ഉണ്ട്, അത് വെച്ച് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ നല്ലൊരു റാങ്ക് ഫയൽ വാങ്ങിക്കുക. കാര്യം റാങ്ക് ഫയൽ കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കരുത്. എന്തുകൊണ്ടാണ്? കാര്യം ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, അല്ലെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ് ഒക്കെ റാങ്ക് ഫയൽ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ചോദ്യങ്ങൾ വരുന്നത്. അതിനോടൊപ്പം സിവിൽ സർവീസസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റഡി നടത്തുക. ഇതിന് കൂടെ നമുക്ക് വേണ്ടത് എന്താണ്? ഇഗ്നോ അടക്കമുള്ള യൂണിവേഴ്സിറ്റി ടെക്സ്റ്റുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്ന ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കാം. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ യൂട്യൂബിലും ടെലിഗ്രാമും വഴി നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് ഞങ്ങൾ തരുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് വേണം, ഒരു മെന്ററിന്റെ സഹായത്തോടു കൂടി പഠിക്കണം, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയ എന്നാൽ അഫോർഡബിൾ ആയ വലിയ കത്തി ഫീസ് ഇല്ലാത്തൊരു ബാച്ചിന്റെ ഭാഗമായി പഠിക്കണമെങ്കിലും ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസിലേക്ക് വരാം. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഇതിലൊക്കെ ഞങ്ങൾ അഫോർഡബിൾ ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ആഴത്തിലുള്ള അല്ലെങ്കിൽ PSCയുടെ ട്രെൻഡ് അറിഞ്ഞ്, പൾസ് അറിഞ്ഞ് നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ക്ലാസ്സുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. തത്തമ്മയെ പൂച്ച പരിപാടിയല്ല, വിശകലനാത്മകമായി ആരെയും ക്ലാസ്സിൽ ഉണ്ടാവുക. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളൊരു വ്യക്തി എന്നുള്ള രീതിയിലും നിങ്ങൾ ഉയരും. ജസ്റ്റ് ഒരു എങ്ങനെയെങ്കിലും ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ള രീതിയിലല്ല, അത് വ്യക്തി എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ വ്യക്തിഗത വികാസം പോലും നിങ്ങൾക്ക് അവിടെ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. ബിക്കോസ് ഞങ്ങളുടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്റർവ്യൂ ട്രെയിനിങ്ങും മെയിൻസ് പരീക്ഷയുടെ ട്രെയിനിങ്ങും തന്നെ ഞങ്ങൾ പ്രിലിംസിന് മുമ്പേ ആരംഭിക്കും. കാര്യം പ്രിലിംസ് കഴിഞ്ഞാൽ നമുക്കിതിന് സമയം വളരെ കുറവാണ്. നേരത്തെ തന്നെ ഇത്തരം പരീക്ഷകളുടെ എല്ലാ ഘട്ടങ്ങളുടെയും പരിശീലനം കുറച്ചെങ്കിലും നടത്തി വെച്ചെങ്കിലേ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പ്രിലിംസ് എഴുതാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മെയിൻസ് പരീക്ഷയിലെ കുറച്ച് പോർഷൻസ് പഠിച്ചു കഴിഞ്ഞ വ്യക്തി അയാൾക്ക് പ്രിലിംസ് എഴുതാൻ പോകുമ്പോഴുള്ള കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിരിക്കില്ല. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആ ഒരു ഹയർ സ്റ്റാൻഡേർഡിൽ പുതിയ പാറ്റേണിൽ ആഴത്തിൽ ഇറങ്ങി പഠിച്ചോണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. താങ്ക് യു. ബൈ.